അങ്ങനെ നമ്മുടെ ബിഗ് ബോസിൻ്റെ പുതിയ പ്രമോ വന്നിട്ടുണ്ട്. ഈ വട്ടത്തെ പ്രമോയിൽ നമ്മുടെ ലേഡി ക്യാപ്റ്റന്മാരാകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന ആദില, ജിസേൽ, ലക്ഷ്മി എന്നിവരോട് മോഹൻലാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. നിങ്ങൾ ക്യാപ്റ്റൻ ആയാൽ നിങ്ങൾ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന മാറ്റം എന്തായിരിക്കും, ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പുതിയ റൂൾ എന്തായിരിക്കും? അപ്പം ലക്ഷ്മി പറയുകയാണ്, ഈ സില്ലി വഴക്കുകളൊക്കെ ഞാനൊന്ന് ഒഴിവാക്കും ലാലേട്ടാ. അപ്പം ജിസേൽ പറയുന്നുണ്ട്, ഞാൻ ഇവിടുത്തെ റൂൾസ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുമെന്ന്. എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ നടക്കുന്ന കാര്യമാണെന്ന്. ഇവിടെ സില്ലി വഴക്കുകൾക്കാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം എപ്പോഴും. അത് മാത്രമേ ഇവിടെ നടക്കാറുള്ളൂ. പിന്നെ റൂൾസ് ചേഞ്ച് ആക്കാൻ വേണ്ടി ഷാനവാസിൻ്റെ അടുത്തോട്ടോ അനീഷിൻ്റെ അടുത്തോട്ടോ അക്ബറിൻ്റെ അടുത്തോട്ടോ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് ഒട്ടും വില തരാതെ ക്യാപ്റ്റനെ വീട്ടിലിരിക്കുന്നവരെയും തെറി പറഞ്ഞിരുന്ന സ്വഭാവമാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആദിലേയും ഇതന്നെയാണ് പറയുന്നത്, സില്ലി വഴക്കുകളൊക്കെ ഒഴിവാക്കും, അതേപോലെ കോൺവെർസേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കും എന്നൊക്കെയാണ്. എന്തിൻ്റെ പേരിലുള്ള കോൺവെർസേഷനാണ് ഇവരൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. മേ ബി ഇത് ഭക്ഷണകാര്യം, അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ വേറെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്കല്ലാതെ അവിടെ വേറെ ഒരു കണ്ടന്റും ഇല്ല. അപ്പോൾ ഇനി ഇവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ഇപ്പോൾ ഏത് ക്യാപ്റ്റൻ വന്നാലും ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഒന്നാമത് ക്യാപ്റ്റൻ ആരാണെങ്കിലും അവിടെ ഒരു റെസ്പെക്റ്റും തരാത്ത കുറച്ച് ബിരുദന്മാർ അവിടെ ഉണ്ട്. ക്യാപ്റ്റൻ ഇപ്പം ലാസ്റ്റ് ബിന്നി വന്ന ടൈമിൽ ബിന്നിക്കാണെങ്കിൽ അതിലേറെ അഹങ്കാരമായിരുന്നു. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഭംഗിയും ഇല്ലാത്ത, ഒരു രസവും ഇല്ലാത്ത കളിയാണ്. ഈ ഒരു സീസൺ തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു പോയാൽ മതിയെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. എന്തായാലും ഇവരിൽ ആരാണ് ക്യാപ്റ്റൻ എന്ന് നമുക്കറിയത്തില്ല. ഇവർ 3 പേരിൽ ആരാണ് ആവാൻ സാധ്യതയുള്ളതെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പം എനിക്ക് താല്പര്യമുണ്ട്, ഇപ്പം ആദിലായ എങ്ങനെ ഇരിക്കുമെന്നൊന്ന് അറിയാൻ താല്പര്യമുണ്ട്. അതേപോലെ ലക്ഷ്മിയും.